പിന്നെ ഇവന്മാരെയൊക്കെ കൊല്ലാതെ വെറുതെ വിടാനാണോ പറയുന്നത്? മണൽ രാജ, മണൽ രാജ, പച്ചക്ക് ജീവൻ എടുക്കുന്ന വെട്ടുവെട്ടാൻ നോക്ക്. ഇവന് വെട്ടുമ്പോ അവന്റെ നെഞ്ചാ മുറിയേണ്ടത്. അവന് കൊടുക്കേണ്ടത് നരകമാണ്. മണ്ണ് വെട്ടുന്നത് പോലെ കോപം കൊണ്ട് മനുഷ്യനെ വെട്ടരുത്. റെഡപ്പയെ നമുക്ക് കിട്ടുന്നത് വരെ കാത്തിരിക്കണം. കണ്ണിൽ കണ്ടവനൊക്കെ വെട്ടിക്കൊല്ലല്ല വേണ്ടത്. മനുഷ്യ ജീവിതം കൊണ്ട് പന്താടുന്ന കിരാതന്റെ ജീവൻ എടുക്കുക വേണ്ടത്. ഇവനല്ല അവനല്ല ആരായാലും ശരി, വെട്ടിയെരിയും. സത്യമാണ് മൂപ്പ. ഒന്ന് കളയുന്ന പറഞ്ഞേക്കാം അവനോട്. നമുക്ക് നോക്കാം. ഇവിടെ നിന്നോളൂ, നിങ്ങൾ ജീപ്പ് ഇപ്പോ വരും. ശരി. നോക്കൂ, എത്ര മനോഹരമായിരിക്കുന്നു. ഇതും കൂടി അവര് നശിപ്പിക്കും. അല്ല, ചക്രവർത്തി എവിടെയുണ്ട്? പ്രസാദ് സാറിനോട് ചോദിക്കാം. അദ്ദേഹത്തിന് എന്തെങ്കിലും അറിയാമായിരിക്കും. ശരി, വാ. ആ പട്ടാഭിയും ചക്രവർത്തിയും തമ്മിൽ എന്ത് ബന്ധ? സർവ്വതും മിസ്സായി. നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവൻ അറിവ് കിട്ടി. എനിക്ക് കൊല്ലണവനെ, കൊല്ലണവനെ, കൊല്ലണം. എനിക്ക് ഒരു ദിവസം കൂടി എനിക്ക് കാത്തിരിക്കാൻ വയ്യ. എത്രയും വേഗം കൊല്ലണം, എങ്ങനെയെങ്കിലും കൊല്ലണം. ഇത്തവണ മിസ്സാവില്ല. ശരിയായോ? ശരിയായോന്ന്? മൈൻഡ്സ് ബ്ലാസ്റ്റർ കൊല്ലാൻ മറ്റൊരാൾ കൂടിയുണ്ട്. അത് മറ്റാരുമല്ല, അവന്റെ അനന്തരവൻ. ചക്രവർത്തി ജീവനോട് ഉണ്ടെന്നറിഞ്ഞത് റെഡപ്പ അല്ല, ഇനിയൊരാളാണ്. ആര്?